വീഡിയോയും ഓഡിയോയും മ്യൂട്ടാക്കിയിടുക. ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് മറക്കരുത്, ഇല്ലെങ്കിൽ ആകെ ഡിസ്റ്റർബൻസ് ആണ്. നമ്മൾ +1 എത്തിയിരിക്കുന്നു. +1 എന്ന് പറയുന്ന ചിലപ്പോൾ നിങ്ങൾ സയൻസ് ആകാം, ഹ്യൂമാനിറ്റീസ് ആകാം, VHSC ആകാം, കൊമേഴ്സ് ആവാം, കമ്പ്യൂട്ടർ സയൻസ് ആവാം, ഏതും ആയിക്കോട്ടെ. ഒരുപാട് മേഖലകളിലേക്ക് നമുക്കിനി പഠിക്കാൻ പറ്റും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട മേഖല എടുത്ത് പഠിക്കാൻ പറ്റും. ഇതിനകത്ത് സയൻസ് പഠിച്ചാലും, ബയോളജി സയൻസ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും, കൊമേഴ്സ് പഠിച്ചാലും, VHSC പഠിച്ചാലും, ഇനി എന്ത് പഠിച്ചാലും നമുക്കിനി നമുക്ക് എല്ലാവർക്കും ഏത് വേണം? ഇംഗ്ലീഷ് വേണം. ഇംഗ്ലീഷ് ഉറപ്പായിട്ടും. ഇംഗ്ലീഷ് ചാപ്റ്ററെ പറ്റി പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിച്ചതിൽ നിന്നും എൻ്റെ ഡിഫറൻ്റ് ആണ്, വളരെയധികം വ്യത്യസ്തമാണ് +1 ഇംഗ്ലീഷ്. 10ാം ക്ലാസ്സിൽ പഠിച്ചത്, 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചത് വളരെ സിംപ്ലിഫൈഡ് ഇംഗ്ലീഷ് ആയിരുന്നു. നമുക്ക് ഏകദേശം പുസ്തകത്തിലുള്ളത് മാത്രമേ നമുക്ക് ചോദിക്കുള്ളായിരുന്നു. വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി. +1ൻ്റെ പ്രത്യേകത പുസ്തകത്തിലുള്ള ഒന്നും ചോദിക്കില്ല, മൊത്തം പ്രാക്ടീസാണ്. നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ അതുകൊണ്ട് നന്നായിട്ട്, ഇപ്പോൾ ഈ COVID-19 പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ ഉറപ്പായിട്ടും എക്സാമുകളൊക്കെ കറക്റ്റ് നടക്കും. എക്സാം മാർച്ചിൽ തന്നെ നടക്കും. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ പഠിത്തം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക, എങ്കിൽ മാത്രമേ മാർക്ക് കിട്ടൂ. അപ്പോൾ ഇന്ന് നമുക്ക് പറയാനായിട്ടുള്ളത്, ഇംഗ്ലീഷിൽ നമുക്ക് എത്ര ചാപ്റ്റർ ഉണ്ട്, ഏതൊക്കെ ചാപ്റ്ററാണ് ബുദ്ധിമുട്ട്, ഏതൊക്കെ ചാപ്റ്ററാണ് പാട്, എല്ലാത്തിനെ പറ്റി നമ്മൾ കോമൺ ഇൻട്രൊഡക്ഷൻ തരും. നമുക്ക് ഇംഗ്ലീഷ് മൊത്തമായിട്ട് നമുക്ക് ടോട്ടലായിട്ട് 6 യൂണിറ്റുകളാണ് ഫസ്റ്റ് ഇയറിലുള്ളത്. 6 യൂണിറ്റുകളാണ്. എല്ലാവരും മസ്റ്റായിട്ടും ഇംഗ്ലീഷ് പുസ്തകം വാങ്ങിക്കണം. മസ്റ്റായിട്ട് ഇംഗ്ലീഷ് പുസ്തകം വാങ്ങിക്കണം. പുസ്തകമില്ലാത്ത ഒരു കാര്യം ചെയ്യുക, ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കാൻ നേരത്തെ ഇവിടെ നിങ്ങൾക്ക് കോപ്പികളും കാര്യങ്ങളെല്ലാം തരും. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും അഡ്മിഷൻ എടുക്കുക. അപ്പോൾ എല്ലാ പുസ്തകത്തിൻ്റെയും കോപ്പികൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. +1 എല്ലാത്തിൻ്റെയും കോപ്പികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻട്രൻസിൻ്റെ ബാക്കി സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഞാൻ പറയുന്നത്, പുസ്തകമില്ലാതെ നമുക്കൊരിക്കലും പഠിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പുസ്തകം എല്ലാവരും പെട്ടെന്ന് നേടിയെടുക്കുക. പുസ്തകം ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇംഗ്ലീഷിൽ മൊത്തം നമുക്ക് +1 മൊത്തം 6 യൂണിറ്റുകളാണ്. 6 യൂണിറ്റുകളിലായിട്ട് 20 ചാപ്റ്റേഴ്സാണ് നമുക്കുള്ളത്. 20 ചാപ്റ്റേഴ്സിൽ 5 പോയംസാണ്, കവിതകളാണ്. 5 കവിതകളാണ്. ബാക്കി എല്ലാം തന്നെ പ്രോസാണ്. പ്രോസ് എന്ന് വെച്ചാൽ ഗദ്യ രൂപത്തിലുള്ള നോവലാവാം, ആർട്ടിക്കിളാകാം, അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് പ്രോസ് എന്ന് വിളിക്കും. മറ്റതാണെങ്കിൽ പോയം എന്ന് വിളിക്കും. പോയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കവിതകൾ. അപ്പോൾ 5 കവിതകളും 5 അല്ല 3 4 5 6 കറക്റ്റ് 5 കവിതകളും ബാക്കി 15 പ്രോസുകളുമാണ്. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഒരു ചാപ്റ്ററിൻ്റെ പേര് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്നാണ് ആ യൂണിറ്റിൻ്റെ പേര്. ഗ്രേറ്റ്നെസ് എന്ന് വെച്ചാൽ മഹത്തരത്തിൻ്റെ ഉന്നതിയിൽ എന്നൊക്കെ അർത്ഥം. മഹത്തരം എന്ന് പറയില്ലേ, മഹത്തരത്തിൻ്റെ ഉന്നതിയിൽ എന്ന് പറയുന്ന ആ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ ബേസ് അതാണ് നമുക്കുള്ളത്. പക്ഷെ ബേസിൽ നിന്നും അല്ല, നമ്മൾ ബേസൊക്കെ പഠിക്കുന്നത് ഈ യൂണിറ്റ് ഫുള്ള് നമ്മൾ എത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ പ്രിൻ്റ് അടിച്ച് ഇവിടെ വയ്ക്കും. നിങ്ങൾ ആ പ്രിൻ്റ് അടിച്ച് ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് പോയിട്ട് വായിച്ച് നോക്കിയാൽ മതി. ആ ക്വസ്റ്റ്യനുകളെ വരും. അത് ഷുവറായിട്ടുള്ളതാണ്. ആ ക്വസ്റ്റ്യനുകളെ വരും. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന യൂണിറ്റ്. ഈ യൂണിറ്റിൽ മൊത്തം 5 ചാപ്റ്ററാണുള്ളത്. എത്ര? 5 ചാപ്റ്റർ. അതിനകത്ത് മൊത്തം 4 ചാപ്റ്ററാണുള്ളത്. അതിനകത്ത് മൊത്തം 4 ചാപ്റ്ററാണ് അതിനകത്തുള്ളത്. 4 ചാപ്റ്ററാണുള്ളത്. അതിനകത്ത് 4 ചാപ്റ്ററിൽ നിന്ന് ഒരു കുഞ്ഞ് ചാപ്റ്റർ തുടക്കം കൊടുക്കുന്നത്. പക്ഷേ ചാപ്റ്ററായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. 4 ചാപ്റ്ററാണുള്ളത്. എങ്കിലും ഒരു കുഞ്ഞൊരു ഭാഗം നമുക്ക് തുടക്കം കൊടുക്കുന്നുണ്ട്. ആ തുടക്കത്തിൻ്റെ പേരാണ്, ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് എയ്ഡ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന കുഞ്ഞു ചാപ്റ്റർ. ചെറിയൊരു ചാപ്റ്ററാണ് എയ്ഡ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു കുഞ്ഞു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ചാപ്റ്റർ, എയ്ഡ്സ് ഫസ്റ്റ് സ്പീച്ച്. അപ്പം ഞാൻ ഈ പാഠം പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കുറേ കാര്യങ്ങൾ പറയുകയാണ്. ആദ്യമേ പറയാനുള്ളതാണ്, ഇംഗ്ലീഷ് മൊത്തം 20 ചാപ്റ്റർ, 6 യൂണിറ്റുകളിലായിട്ട് 20 ചാപ്റ്ററാണ് മൊത്തം ഉള്ളത്. ഈ ചാപ്റ്ററുകളെല്ലാം നന്നായിട്ട് അതിൻ്റെ ബേസ് അറിഞ്ഞു വയ്ക്കുക. ചുമ്മാ നിന്ന് കാണാതെ പഠിക്കരുത്. എല്ലാത്തിൻ്റെയും ഒരു ഉള്ളുണ്ട്, ഒരു ചാപ്റ്റർ. ഞാനിപ്പോൾ ഈ ചാപ്റ്റർ, ആദ്യം കുഞ്ഞു ചാപ്റ്റർ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളു പറഞ്ഞു തരും. എന്നിട്ട് അതിനകത്ത് നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യത ഉണ്ടെന്ന് പറയും. അതെല്ലാം പഠിച്ചു വയ്ക്കുക. ആ ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഒരു പുസ്തകത്തിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കും. എന്നാൽ എങ്ങനെയൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാമെന്ന് നമ്മൾ പഠിച്ചു വയ്ക്കുക. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം. ആദ്യത്തെ ചാപ്റ്ററാണ് എയ്ഡ്സ് ഫസ്റ്റ് സ്പീച്ച്.
എയ്ബ് അപ്പോസ്ട്രോഫി എസ്, എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച്. പുസ്തകമുള്ളവർ എടുത്ത് പുസ്തകം അടുത്ത് വെച്ചിരിക്കും. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ചിലപ്പോൾ മിക്കുള്ളവരും പുസ്തകം കാണൂല, എങ്കിലും പുസ്തകമുള്ളവർ പരമാവധി എടുത്ത് അടുത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ആരുടെയെങ്കിലും കയ്യിൽ പുസ്തകം ഉണ്ടാ? പുസ്തകമുള്ള ഒരാളെങ്കിലും ഒന്ന് ഒരു മെസ്സേജ് ഇട്ടാണ് പുസ്തകം ഉണ്ടെങ്കിൽ. ആരെങ്കിലും ഉണ്ടോ? ആരും ഒരു റിപ്ലൈ തരുന്നില്ല. ഒരാളേലും പുസ്തകം ഇല്ല? ഉണ്ട്. അരുണിന്റെ പുസ്തകമുണ്ട്. അടുത്ത ആരെങ്കിലും ഉണ്ട്? ഇല്ല. പുസ്തകം ഇല്ലാത്തവരും ശ്രദ്ധിച്ചിരിക്കുക. ഞാനിത് മൊത്തത്തിൽ ഒരു ഐഡിയ ആയിട്ട് പറഞ്ഞുതരാം. പുസ്തകമുള്ളവർ പുസ്തകം നോക്കിയിരിക്കുക. നമുക്ക് ആ ചാപ്റ്ററിന്റെ പേരാണ് എയ്ബ്, ABE, എയ്ബ്. ഒരാളുടെ പേരാണ് എയ്ബ്. എയ്ബ് അപ്പോസ്ട്രോഫി എസ് വരുമ്പോൾ എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച്. എയ്ബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആദ്യത്തെ സ്പീച്ച് പ്രസംഗത്തെ പറ്റിയാണ്. നമ്മളെല്ലാവരും ഒരുപാട് പ്രസംഗങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ പ്രസംഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം, സംഭാവന മേടിച്ചിട്ടുണ്ടായിരിക്കാം. എങ്കിലും എയ്ബ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ഫസ്റ്റ് സ്പീച്ചിനെ പറ്റിയുള്ള ചാപ്റ്ററാണ് എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച്. എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്നുള്ള ചാപ്റ്റർ നോക്കിയോ, ഇത്രയേ ഉള്ളൂ. കുഞ്ഞൊരു ചാപ്റ്ററാണ്, കാണാൻ പറ്റുമോ? ആദ്യം ഒരു കുഞ്ഞു ചാപ്റ്ററാണ് എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്നുള്ളത്. ഒരു കുഞ്ഞു ചാപ്റ്റർ. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയൊക്കെ നമുക്ക് പറയാം. അതിന് മുമ്പ് ആരാണ് എയ്ബ് എന്ന് ഞാൻ പറയാം. എയ്ബ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കന്റെ കുട്ടിക്കാലത്തെ പേരാണ്. എബ്രഹാം ലിങ്കന്റെ കുട്ടിക്കാലത്തെ പേരാണ് എയ്ബ്. എബ്രഹാം ലിങ്കൻ വളരെ കഷ്ടപ്പെട്ട്, വളരെ കുട്ടിക്കാലത്ത് ജോലിയൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് വളർന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് ഉന്നതിയിലേക്ക് എത്തിയ വ്യക്തി. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ജോലി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഈ റെയിൽവേ പാളങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഈ ആൾക്കാർക്ക് റെയിൽവേ പാളത്തിൽ ട്രെയിനിൻ്റെ ടൈം എന്ന് പറഞ്ഞു ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി യാത്ര ചെയ്യും. റെയിൽവേ പാളത്തിലേക്ക് ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഈ സൈഡിലായിട്ട് രണ്ട് സ്ഥലത്തും വേലി കെട്ടിത്തിരിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു പണ്ട് കാലഘട്ടം. അങ്ങനെ വേലി കെട്ടിത്തിരിക്കുന്ന ജോലിയാണ് റെയിൽവേ പാളത്തിൻ്റെ സൈഡിലായിട്ട് വേലി കെട്ടിത്തിരിക്കുന്നതിനായിട്ടുള്ള വിറകൊക്കെ വെട്ടൂലേ, ആ ജോലിയായിരുന്നു. ആ ജോലി വിളിക്കുന്ന പേര് റെയിൽ സ്പ്ലിറ്റിംഗ് എന്നാണ്. ആ ജോലി വിളിക്കുന്ന പേര് റെയിൽ സ്പ്ലിറ്റിംഗ്. അപ്പോൾ റെയിൽ സ്പ്ലിറ്റിംഗ് എന്നുള്ള ജോലിയാണ് കുട്ടിക്കാലത്ത് എബ്രഹാം ലിങ്കൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് കൂട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ പേര് ഡെന്നിസ് ഹാങ്സ്. ഈ ഡെന്നിസ് ഹാങ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും ഏതും കൂടി ഒരുപാട് നാൾ ഈ ജോലി ചെയ്ത് പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മൈൻഡിനെ വിളിക്കുന്ന പേരാണ് മൈൻഡ് ഓഫ് ഹാർഡ് വർക്ക് എന്ന് പറയും. ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി. ആ കപ്പാസിറ്റി ഉപയോഗിച്ച് അദ്ദേഹം എപ്പോഴും ഉയരങ്ങളിൽ എത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്നത്. എബ്രഹാം ലിങ്കൻ അത്രയും ഹാർഡ് വർക്കായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അതിന് അദ്ദേഹത്തിന് പ്രത്യേക രീതിയിലുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. ആ സംഭവം ഹാർഡ് വർക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യത്തിന് വിളിക്കുന്ന പേരാണ് പെർസെവറൻസ് എന്ന് പറയുന്ന പെർസെവറൻസ്. നിരന്തര പ്രയത്നം ചെയ്യാനുള്ള ആ ഒരു മനസ്സിനെ വിളിക്കുന്ന പേരാണ് പെർസെവറൻസ്. അപ്പോൾ ഞാൻ കാര്യം ചോദിക്കട്ടെ, എബ്രഹാം ലിങ്കൻ ഉണ്ടായിരുന്ന രണ്ട് കപ്പാസിറ്റി, ഒന്ന് ഏതാണ്? ദ ഫസ്റ്റ് വൺ ഈസ് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി. രണ്ടാമത്തേതാണ് പെർസെവറൻസ് എന്ന് പറയുന്നത്. പെർസെവറൻസ് നിരന്തര പ്രയത്നം ചെയ്യാനുള്ള കപ്പാസിറ്റി. ഈ രണ്ട് കാര്യങ്ങളും ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിലും പെർസെവറൻസ് നമുക്ക് നിരന്തര പ്രയത്നം ചെയ്യണമെങ്കിൽ നമുക്കൊരു സാധനം വേണം. എന്താണെന്ന് അറിയാമോ? സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയും. എന്താണ് സെൽഫ് കോൺഫിഡൻസ്? ആത്മവിശ്വാസം അല്ലേ? സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയും. അപ്പോൾ എബ്രഹാം ലിങ്കൻ ഉണ്ടായിരുന്ന പ്രത്യേക ഒരു ക്വാളിറ്റി ആയിരുന്നു സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏത് ക്വാളിറ്റിയും ഉണ്ടായിരുന്നു? ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പെർസെവറൻസ്, നിരന്തര പ്രയത്നം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ടായിരുന്നു. എബ്രഹാം ലിങ്കന് ഉണ്ടായിരുന്നു. അപ്പോൾ എബ്രഹാം ലിങ്കനെ പറ്റി നമ്മൾ പറഞ്ഞു തരുന്നു. എബ്രഹാം ലിങ്കന്റെ കേസ് ഇതാണ്. എബ്രഹാം ലിങ്കൻ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിട്ട് അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് റെയിൽ സ്പ്ലിറ്റിംഗ് അഥവാ ഈ റെയിൽവേ പാളത്തിന്റെ രണ്ട് സൈഡിലും വേലി കെട്ടിത്തിരിക്കുന്നതിനുള്ള ആ ജോലി കെട്ടിത്തിരിക്കുക എന്ന് പറയുന്ന ജോലിക്ക് വേണ്ടി അത് ചെയ്യുന്നതിന് വേണ്ടി വിറകും തടിയൊക്കെ ഒഴിച്ചു കൊണ്ടുവന്ന് ഇത് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. ഏകദേശം 10 വയസ്സുള്ളപ്പോഴാണ് ഈ ജോലി ചെയ്തു. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എബ്രഹാം ലിങ്കന്റെ പേര് എയ്ബ് എന്നാണ്. അപ്പോൾ ഈ പാഠത്തിന്റെ പേര് എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച്. ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട് എയ്ബിന്റെ ആദ്യത്തെ പ്രസംഗം. അതായത് എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന നമ്മുടെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. ബിക്കോസ് എബ്രഹാം ലിങ്കൻ ഈസ് ദ മാൻ ഹൂ സ്റ്റോപ്ഡ് സ്ലേവറി എന്ന് വിളിക്കുന്നത്. സ്ലേവറി അടിമത്തം. എന്താണ്? അടിമത്തം അവസാനിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് എന്ന പേരിൽ ഒരുപാട് രീതിയിൽ ഉയരത്തിലേക്ക് എത്തിയ വ്യക്തിയാണ്
നമ്മുടെ അടിമത്തം, ലോകത്തെ ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു അടിമത്തം, സ്ലേവറി എന്ന് പറയും. സ്ലേവറി അവസാനിപ്പിച്ച വ്യക്തിയായിരുന്നു എബ്രഹാം ലിങ്കൻ. അതുകൊണ്ട് തന്നെ ആ എബ്രഹാം ലിങ്കന്റെ കുട്ടിക്കാലത്തെ പറ്റി നമുക്ക് നോക്കാം. എബ്രഹാം ലിങ്കൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്പീച്ച് അവതരിപ്പിച്ചത്, ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്പീച്ച് അവതരിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എയ്ബ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് സ്പീച്ച്. എബ്രഹാം ലിങ്കൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്പീച്ച് അവതരിപ്പിക്കുമ്പോൾ വെൻ ഹി വാസ് എ ബോയ്, എന്തായിരുന്നു അദ്ദേഹം? ഹി വാസ് എ ബോയ്, ഒരു കുട്ടിയായിരുന്നപ്പോഴാണ്, അല്ലേ? ഒരു കുട്ടിയായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച്, അതായത് 10-11 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നപ്പോഴാണ് ആദ്യത്തെ സ്പീച്ച് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഗോയിങ് ബെയർ ഫുട്ട്. അന്ന് ആ സ്പീച്ച് നടത്താനായിട്ട്, പ്രസംഗം നടത്താനായിട്ട് അദ്ദേഹം നടന്നെത്തിയത് ബെയർ ഫുട്ട്, നഗ്നപാതനായിട്ടാണ് അദ്ദേഹം നടന്നു വന്നത്. നമ്മളെ കണക്ക് ചെരുപ്പൊന്നുമില്ല, നഗ്നപാതനായിട്ട് സാധാരണക്കാരനായ പാവപ്പെട്ടവനായ നമ്മുടെ എബ്രഹാം ലിങ്കൻ എന്ത് ചെയ്തു? അതായത് കുട്ടിയായ എയ്ബ്, അല്ലെങ്കിൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ എയ്ബ്, അല്ലേ? എയ്ബ് അല്ലെങ്കിൽ നമ്മുടെ എബ്രഹാം ലിങ്കൻ ബെയർ ഫൂട്ടായിട്ട്, ബെയർ നഗ്നം, ഫൂട്ട് പാദം, നഗ്നപാതനായിട്ടാണ് നടന്നു വന്നത്. ഈ ട്രൗസേഴ്സ്, ഇദ്ദേഹത്തിന്റെ ട്രൗസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രൗസേഴ്സ് എന്ന് വെച്ചാൽ ഇത്രയും ഹാഫ് പാൻസിന് വിളിക്കുന്നവരാണ് ട്രൗസേഴ്സ്. ട്രൗസേഴ്സ് ഹെൽഡ് അപ്പ് ബൈ വൺ സസ്പെൻഡർ. ഈ ട്രൗസർ പിടിച്ച് കെട്ടിയിരുന്നു വൺ സസ്പെൻഡർ. സസ്പെൻഡർ എന്ന് വെച്ചാൽ വള്ളി. നമ്മളിങ്ങനെ ഒരു വള്ളി ഇങ്ങനെ ഇടൂലേ, നമ്മൾ അതൊരു വള്ളി നിൽക്കറായിട്ട് ഉപയോഗിക്കും, വള്ളി. പക്ഷെ ഇവിടെ വൺ സസ്പെൻഡർ. എന്താ വൺ സസ്പെൻഡർ? ഒരു സസ്പെൻഡർ മാത്രമേ ഉള്ളൂ. സസ്പെൻഡർ വള്ളി, അതായത് ഒരു വള്ളി മാത്രമേ ഉള്ളായിരുന്നു. എന്താർത്ഥം? അത് തന്നെ. ഇവിടെ ഈ ഒരു സൈഡിലായിരുന്നു, ഒരു വള്ളി കൊണ്ട് ഇങ്ങനെ കെട്ടി, അല്ലേ? ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ചേർത്ത് നടന്നു പോയാണ് ആദ്യത്തെ സ്പീച്ച് അവതരിപ്പിച്ചത്. ആൻഡ് ഹിസ് ഷോക്ക് ഓഫ് ഹെയർ, അദ്ദേഹത്തിന്റെ മുടി എന്ന് പറയുന്നത് ഷോക്ക് അടിച്ചാണ് കഴിഞ്ഞാൽ മുകളിലോട്ട് സ്റ്റിക്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വടി പോലെ നിൽക്കുക. വടി പോലെ മുകളിലോട്ട് നിൽക്കുമായിരുന്നു. ത്രൂ എ ഹോൾ, ഒരു ഹോളിലൂടെ ഇങ്ങനെ വടി പോലെ നിൽക്കും. ഏത് ഹോളിലൂടെ? ഇൻ ദ ക്രൗൺ. ക്രൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിരീടം. കിരീടത്തിന്റെ ഇവിടുത്തെ അർത്ഥം ക്രൗൺ എന്ന് വെച്ചാൽ കിരീടം, പക്ഷെ ഇവിടുത്തെ അർത്ഥം തൊപ്പി, അല്ലേ? ക്രൗൺ ഓഫ് ഹിസ് ചീപ്പ് വില കുറഞ്ഞ സ്ട്രോ ഹാറ്റ്. എന്താ സ്ട്രോ ഹാറ്റ്? സ്ട്രോ ഹാറ്റ് എന്ന് വെച്ചാൽ വൈക്കോൽ കൊണ്ടുള്ള തൊപ്പി. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു വൈക്കോൽ കൊണ്ടുള്ള ഒരു കുഞ്ഞു തൊപ്പിയായിരുന്നു അന്ന് വെച്ചിരുന്നത്. ഒരു വില കുറഞ്ഞ വൈക്കോൽ കൊണ്ടുള്ള സ്ട്രോ ഹാറ്റ് എന്ന് പറയും. ഈ ഹാറ്റ് ആയിരുന്നു വെച്ചിരുന്നത്. ഇതിനിടയിൽ വൈക്കോൽ കൊണ്ടുള്ള പനയാൾ തൊപ്പി കണ്ടിട്ടുണ്ടാ? പനയാൾ തൊപ്പിയുടെ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഒരുപാട് കണ്ണുകൾ ഉണ്ടായിരിക്കും, അല്ലേ? ആ കണ്ണുകളിലൂടെ ഇദ്ദേഹത്തിന്റെ മുടി ഇങ്ങനെ പൊങ്ങി നിന്നിരുന്നത്, മനസ്സിലായത്? അപ്പൊ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പൊങ്ങി നിന്ന മുടി സ്പൈക്ക് ചെയ്താണ് ഇങ്ങനെ പൊങ്ങി നിന്നത്. അതിന്റെ ഇടയിൽ കൂടെ അത് ഈ പനയാൾ തൊപ്പി, നമ്മൾ പണ്ട് ഓലയില ഇതുകൊണ്ടൊക്കെ തൊപ്പി ഉണ്ടായി കളിക്കാറുണ്ട്. അതുപോലത്തെ ഒരു തൊപ്പിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പിള്ളേർക്ക് അത് ഇങ്ങനെയുള്ള തൊപ്പി വെച്ചാലാണ് പോകണം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും അറിയാം, ഈ കടലിലൊക്കെ മീൻ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു തൊപ്പി ആ രീതിയിലുള്ള അതിൻ്റെ ഒരുപാട് കണ്ണുകൾ കാണും, അല്ലേ? അപ്പോൾ അത് തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പൊങ്ങി നിന്നിരുന്നു. എന്ത് പൊങ്ങി നിന്നിരുന്നു? മുടി പൊങ്ങി നിന്നിരുന്നു. അപ്പോൾ എബ്രഹാം ലിങ്കൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്പീച്ച് അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ബെയർ ഫൂട്ടായിട്ടാണ്. എന്താ ബെയർ ഫൂട്ടായിട്ട്? നഗ്നപാതനായിട്ടാണ് അദ്ദേഹം നടന്നു പോയത്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ട്രൗസർ, ഒരു ട്രൗസർ ആണെങ്കിൽ നമ്മൾ ട്രൗസേഴ്സ് എന്നേ പറയുള്ളൂ. ട്രൗസർ എന്ന വാക്ക് ഇംഗ്ലീഷിൽ എപ്പോഴും ട്രൗസർ എന്നത് ട്രൗസേഴ്സ് എന്നേ പറയാവൂ. കാരണം രണ്ടെണ്ണം ഉണ്ട്, അപ്പുറമുണ്ട് ഇപ്പുറമുണ്ട്. അതുകൊണ്ട് നമ്മൾ ട്രൗസേഴ്സ് എന്നേ പറയാവൂ. പാൻറ് എന്ന് പറയരുത്, പാൻസ് എന്നേ പറയാവൂ. കാരണം രണ്ടെണ്ണം ഇല്ലേ പാൻസ്. എന്തൊക്കെ ഉണ്ട്? പാൻസ് അപ്പുറം ഇപ്പുറം ഇല്ലേ? അപ്പൊ ഒരെണ്ണം പാൻറ് എന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രമായി പോയി. രണ്ട് കാരണം പാൻസ്, ട്രൗസേഴ്സ്. അതുകൊണ്ട് പെമ്പിളർ ഇടുന്നതിനെ ലെഗിൻ എന്ന് പറയില്ല, ലെഗിൻസ് എന്നല്ലേ പറയൂ. പാൻസ്, ട്രൗസേഴ്സ്, ലെഗിൻസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓർമ്മിച്ചത്. ഇതിനൊക്കെ എപ്പോഴും നമ്മൾ പ്ലൂറലായിട്ട് മാത്രമേ, പ്ലൂറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുവചന രൂപത്തിൽ മാത്രം ഉപയോഗിക്കുക. കാരണം അതിനെല്ലാത്തിനും രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നാം ഇവിടെ പറഞ്ഞ ട്രൗസേഴ്സ് എന്ന വാക്കല്ലേ പോകുന്ന ട്രൗസേഴ്സ് പിടിച്ച് കെട്ടിയിരുന്നു ബൈ വൺ സസ്പെൻഡർ. ഏതുകൊണ്ട് പിടിച്ച് കെട്ടിയിരുന്നു? ഒരു സസ്പെൻഡർ ഉണ്ട്. അത് സസ്പെൻഡർ വള്ളി കൊണ്ട് പിടിച്ച് കെട്ടിയിട്ട് നഗ്നപാതനായിട്ട് ഷോക്കേറ്റ മുടി ഏതിലൂടെ? പനയോല തൊപ്പിക്ക് ഇടയിലൂടെ ഇങ്ങനെ നിൽക്കുന്ന മുടിയുമായിട്ടാണ് ആദ്യമായിട്ട് എബ്രഹാം ലിങ്കൻ തന്റെ ആദ്യത്തെ സ്പീച്ച് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എബ്രഹാം ലിങ്കൻ തന്റെ ആദ്യത്തെ സ്പീച്ച് അവതരിപ്പിക്കാൻ പോകുമ്പോൾ, ഫസ്റ്റ് സ്പീച്ച് അദ്ദേഹം പ്രസന്റ് ചെയ്യാൻ പോകുമ്പോൾ, ഡെലിവറി ചെയ്യാൻ പോകുമ്പോൾ, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സ്പീച്ച് ഡെലിവറി ചെയ്യാനായിട്ട് അദ്ദേഹം പോകുന്ന രംഗത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. നോക്കാം, അദ്ദേഹം പോകാനുണ്ടായ സാഹചര്യം നമുക്ക് നോക്കാം. അദ്ദേഹം എങ്ങനെയാണ് ആ സാഹചര്യത്തിൽ എത്തിയത് നോക്കാം. എയ്ബ്, നമ്മുടെ കുട്ടിയായ എയ്ബ് അല്ലെങ്കിൽ എബ്രഹാം ലിങ്കൻ ഇൻ കമ്പനി വിത്ത് ഹിസ് റെയിൽ സ്പ്ലിറ്റിംഗ് അഥവാ റെയിൽവേ പാളത്തിന് സൈഡിലായിട്ട് വേലി കെട്ടുന്ന ജോലി. ഈ വേലി കെട്ടുന്ന ജോലിയിൽ അദ്ദേഹത്തിന് ഒരു കമ്പനിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കമ്പാനിയൻ സുഹൃത്തായ ഡെന്നിസ് സാങ്സ്. ആരും കൂടി? ഡെന്നിസ് സാങ്സും എബ്രഹാം ലിങ്കനും കൂടി അറ്റൻഡ് എ പൊളിറ്റിക്കൽ മീറ്റിംഗ്. ഇവർ രണ്ടുപേരും കൂടെ ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യായിരുന്നു. അതായത് ഒരു 11 വയസ്സുള്ളപ്പോൾ അവിടെ ഏതോ ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗ് എന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായ ഒരു മീറ്റിംഗ് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരുന്നപ്പോൾ വിച്ച് വാസ് അഡ്രസ്ഡ്, ആ പൊളിറ്റിക്കൽ മീറ്റിംഗ് അവിടെ നിന്നും അഡ്രസ് ചെയ്യുന്നത്, പ്രസംഗിക്കുന്നത് വലിയ ടിപ്പിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃകയായ, നമ്മൾ പറയില്ല ചിലപ്പോൾ മാതൃകയായ, ചില ആൾക്കാരെ കാണുമ്പോൾ നല്ല മാതൃകയാണെന്ന് പറയും. കണ്ടാൽ തന്നെ നമുക്കറിയാം അതിന് ലുക്കുള്ളതെന്ന്.
ഇപ്പോൾ ഒരു ടീച്ചർ യഥാർത്ഥ മാതൃകയത് എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ മാണിക്യക്കല്ലിലെ പൃഥ്വിരാജിനെ കണ്ടാൽ ഒരു നല്ലൊരു ടീച്ചറിന് കിട്ടും. അത് കണ്ടാൽ അറിയാം മാതൃകയായ ടീച്ചറാണെന്ന് അറിയാം. അതുപോലെ തന്നെ ഒരു പോലീസുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കര മാതൃകയായ ഒരു പോലീസുകാരാണ്. അപ്പോൾ നമുക്ക് എന്ത് മാതൃകയായത് നമ്മൾ വിളിക്കുന്നവരാണ് ടിപ്പിക്കൽ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന ഈ സ്പീച്ച് ഇവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്നത് ആരാണെന്ന് പറയുമ്പോൾ എ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ, ഒരു ടിപ്പിക്കലായ ഒരു മാതൃകയായ സ്റ്റംപ് സ്പീക്കർ. അതായത് സ്റ്റംപ് സ്പീക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് പണ്ട് കാലഘട്ടത്തിൽ സ്റ്റേജ് ഒന്നുമില്ല. സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ പ്രോഗ്രാംസ് അവതരിപ്പിക്കില്ലേ, ആ അവതരിപ്പിക്കുന്ന സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് സ്റ്റേജ്. എന്നാൽ നമ്മൾ ഈ പ്രസംഗങ്ങളൊക്കെ സംസാരിക്കുന്ന വേദി ഉണ്ടല്ലോ, ആ വേദി വിളിക്കുന്ന പേര് കറക്റ്റ് സ്റ്റേജ് എന്നല്ല, ഡയസ് എന്നാണ് വിളിക്കുന്നത്. ഡയസ് എന്നാണ് വിളിക്കുന്നത്. ഡയസ് എന്ന വേർഡ് മറന്നു വരുന്നത്. നമ്മൾ പറയും ഡയസ് എന്നേ പറയാവൂ. പ്രസംഗിക്കുന്ന വേദിയെ വിളിക്കുന്ന പേര് എന്താണ്? ഡയസ് എന്നേ പറയാവൂ. അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്ന വേദിയെ വിളിക്കുന്ന പേരാണ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെ ഡയസ് ഇല്ല. പ്രസംഗിക്കുന്നതിന് വേണ്ടി സ്റ്റേജുകൾ അല്ലെങ്കിൽ ഡയസ് ഇല്ല. ആ സമയത്ത് ഇപ്പോൾ ഒരാൾ പ്രസംഗിക്കേണ്ട ആൾ ഒരു വലിയൊരു മരക്കഷ്ണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെട്ടിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ തറയിലിടും. എന്നിട്ട് ഇതിന്റെ മണ്ടേ കയറിയെന്ന് ഇപ്പം നമ്മൾ ഇറച്ചിയൊക്കെ വെട്ടാൻ പോകുന്ന സ്ഥലത്ത് വലിയ മരക്കഷ്ണം കൊണ്ടിട്ട് അതിന്റെ അതിൽ നിന്ന് വെട്ടണാടിയിട്ടുണ്ടാകും. അതുപോലെ വലിയ മരക്കഷ്ണം കൊണ്ടുവന്നിട്ട് ഇതിന്റെ മണ്ടേ കയറിയെന്നാണ് ഈ പ്രസംഗിക്കുന്ന ആൾ സംസാരിക്കുന്നത്. കാരണം മറ്റുള്ള എല്ലാവരെയും കാണാൻ വേണ്ടി. നമ്മൾ ഇന്ന് വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരെയും കാണാം. അതേ കണക്ക് വലിയൊരു ഇതിന്റെ മണ്ടേ കയറി സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഈ സ്റ്റംപ്, ഈ മരക്കഷ്ണത്തിന്റെ മുകളിൽ കയറിയെന്ന് സംസാരിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് സ്റ്റംപ് സ്പീക്കർ. എന്താ വിളിക്കും? സ്റ്റംപ് സ്പീക്കർ എന്ന് വിളിക്കും. അപ്പോൾ ഓർമ്മിച്ച് നോക്കിയാൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ എയ്ബും നമ്മുടെ കുട്ടിയായ എബ്രഹാമിങ്ങനും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഡെന്നിസ് ഹാങ്സും കൂടി ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ്. പൊളിറ്റിക്കൽ മീറ്റിംഗ് അവർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പൊളിറ്റിക്കൽ മീറ്റിംഗിൽ സംസാരിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അയാളൊരു സ്റ്റംപ് സ്പീക്കറാണ്. സ്റ്റംപ് സ്പീക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വലിയൊരു മരക്കഷ്ണത്തിന്റെ മുകളിൽ കയറി നിന്ന് സംസാരിക്കുന്ന പ്രാസംഗികനെ വിളിക്കുന്ന പേരാണ് സ്റ്റംപ് സ്പീക്കർ. അയാൾ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കറാണ്. ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ എന്ന് വെച്ചാൽ കണ്ടാൽ തന്നെ അറിയാം ഇതാണ് മാതൃകയായ സ്റ്റംപ് സ്പീക്കർ. കണ്ടാലേ അറിയാം അയാൾ എന്താണെന്ന്, ഒരു പ്രാസംഗികനാണെന്ന് കണ്ടാൽ അറിയാം. അങ്ങനെയുള്ള ആളുടെ വിളിക്കുന്ന പേരാണ് ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ. ടിപ്പിക്കൽ ടീച്ചർ എന്ന് വെച്ചാൽ കണ്ടാൽ തന്നെ അറിയാം ഒരു മാതൃകയായ ടീച്ചർ എന്നർത്ഥം. അപ്പൊ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ എന്ന് വെച്ചാൽ ഒരു മാതൃകയായ എന്താണ്, കണ്ടാൽ അയാളെ കാണുമ്പോൾ തന്നെ അറിയാം അയാളൊരു പ്രാസംഗികനാണ്. അയാളെ വിളിക്കുന്ന പേരാണ് സ്റ്റംപ് സ്പീക്കർ. അപ്പോൾ ഓർമ്മിച്ചേക്ക് ആ വേർഡ് നമ്മൾ പൊതുവെ കേൾക്കുന്ന വേർഡാണ് സ്റ്റംപ് സ്പീക്കർ. സ്റ്റംപ് സ്പീക്കർ എന്ന് വെച്ചാൽ പ്രാസംഗികനാണ്. ഏതെങ്കിലും ഒരു മരക്കഷ്ണമോ പെട്ടിയോ എടുത്തിട്ട് അതിന്റെ മുകളിൽ കയറി സംസാരിക്കുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റംപ് സ്പീക്കർ. നമുക്ക് നോക്കാം നോക്കിയാലും. അപ്പോൾ പൊളിറ്റിക്കൽ മീറ്റിംഗ് പങ്കെടുക്കായിരുന്നു. ഇറ്റ് വാസ് അഡ്രസ്ഡ്. ആ പൊളിറ്റിക്കൽ മീറ്റിംഗിൽ എന്താ അഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത്? അഡ്രസ് ചെയ്യാം. ആ പൊളിറ്റിക്കൽ മീറ്റിംഗ് അഡ്രസ് ചെയ്യാം മീൻസ് ആ പൊളിറ്റിക്കൽ മീറ്റിംഗ് ഇതിൽ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തി ആരായിരുന്നു? ബൈ എ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ ആയിരുന്നു. വൺ ഓഫ് ദോസ് ലൗഡ് വോയിസ്ഡ് ഫെലോസ്. അയാളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ലൗഡ് വോയിസ്ഡ്, ഉറക്കെയാണ് സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ പറയുന്നു, ഇങ്ങനെ ഈ രീതിയിൽ. മനസ്സിലായ? നമ്മുടെ സാധാരണ പ്രസംഗങ്ങളൊക്കെ, രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ പറയാറില്ലേ, അവർ പറയുമ്പോൾ ഭയങ്കര ശക്തമായിട്ടായിരുന്നു സംസാരിച്ചത് ഫെലോസ്. നല്ല ഉച്ചത്തിൽ ശബ്ദമുള്ള വ്യക്തിയായിരുന്നു അയാൾ, അല്ലേ? ഹു ഷൗട്ടഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് വോയിസ്. അയാള് തന്റെ സംസാരത്തിന്റെ ഏറ്റവും ഉച്ചത്തിലങ്ങ് സംസാരിക്കുകയാണ്. ആൻഡ് വേവ്ഡ് ആട്ടുക, ഇങ്ങനെ ആട്ടുക. ഹിസ് ഹാൻഡ്സ് ഓർ ആംസ് വൈഡ്ലി. അയാളുടെ കൈകൾ അയാൾ പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോവുക, അങ്ങനെ നടക്ക്, ഇങ്ങനെ നമ്മളെ കൈകൾ ഓരോരുത്തർ പറയുന്നത് കൈകൾ അങ്ങോട്ടും ഇങ്ങനെ വീശുക. അതിനെ വിളിക്കുന്ന പേരാണ് എന്താണ് ഇവർ പറയുന്നത്? അയാൾ ഒരു ടോപ്പ് ഓഫ് ഹിസ് വോയിസിൽ, അയാളുടെ ഏറ്റവും ഉയരത്തിൽ അയാൾ ശബ്ദത്തിൽ സംസാരിച്ചു. ആൻഡ് വേവ്ഡ് ഹിസ് ആംസ് വൈഡ്ലി. അയാൾ സംസാരിക്കുമ്പോൾ അയാളുടെ കൈകൾ എന്ത് ചെയ്തു? എപ്പോഴും വീശിയാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ കൈകളുടെ ആക്ഷൻ പ്രത്യേകിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ ആകുമ്പോൾ ഹെവിയസ്റ്റ് ആയിട്ടുള്ള തീപ്പൊരി പ്രസംഗമാണെന്ന് പറയുന്നത്. തീപ്പൊരി പ്രസംഗങ്ങൾക്ക് കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഭ്രാന്ത് വരുന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. ആ രീതിയിലാണ് ഇയാൾ സംസാരിച്ചത്. അതാണ് ആ 2 പാരഗ്രാഫിൽ പറഞ്ഞത്. അപ്പം നമുക്ക് ഇത്ര എന്ത് മനസ്സിലായി? നമ്മുടെ എയ്ബും കുട്ടിയായ എബ്രഹാമിങ്ങനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ഡെന്നിസ് ഹാങ്സും കൂടി ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരുടെയും ജോലി ഏതാണ്? റെയിൽ സ്പ്ലിറ്റിംഗ് ജോലിയായിരുന്നു രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. ആ പൊളിറ്റിക്കൽ മീറ്റിംഗ് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ആരായിരുന്നു? ഒരു സ്റ്റംപ് സ്പീക്കറാണ്. എന്നാൽ സ്റ്റംപ് സ്പീക്കർ എന്ന് ഞാൻ പറഞ്ഞു, ഏതായാലും അയാൾ ഉച്ചത്തിലാണ് ഏതായാലും സംസാരിച്ചത്, അല്ലേ? അപ്പോ അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ദ സ്പീച്ച്, അവസാനം, കൺക്ലൂഷൻ മീൻസ് അവസാനം, ഈ സ്പീച്ചിന്റെ അവസാനം, വിച്ച് ഡിഡ് നോട്ട് മീറ്റ് ദ വ്യൂസ്. ആ സ്പീച്ച് എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സ്പീച്ച് ഡിഡ് നോട്ട് മീറ്റ് ദ വ്യൂസ്, കാഴ്ചപ്പാടിനോട് യോജിച്ചതേ ഇല്ല. എയ്തർ എയ്ബ് ഓർ ഡെന്നിസ്. എന്നുവെച്ചാൽ
ഡെന്നിസിന്റെയോ അല്ലെങ്കിൽ എയ്ബിന്റെയോ രണ്ടുപേരുടെയും കാഴ്ചപ്പാടിനോട് ഒട്ടും തന്നെ യോജിക്കാത്ത സ്പീച്ചായിരുന്നു. ഒട്ടും കൊള്ളൂലൊരു സ്പീച്ച്. ഇയാള് പാവളം എന്തൊക്കെ സംസാരിച്ചു വിട്ടിരുന്നു, അത്രയും ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയൊക്കെ പറയണം. പക്ഷേ സത്യം പറഞ്ഞാൽ ആർക്കൊന്നും നമ്മുടെ എയ്ബിനും ഒന്നും മനസ്സിലായില്ല, ഡെന്നിസ് ഹൈൻസിനും ഒന്നും മനസ്സിലായില്ല അല്ലേ. അപ്പോൾ ഈ സ്പീച്ചിന്റെ അവസാനം സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് ഇവർ മനസ്സിലാക്കുന്നത് ഇയാൾ എന്തോ വിളിച്ചു പറഞ്ഞു. ഏതായാലും എയ്ബിന്റെ കാഴ്ചപ്പാടിനോടോ ഡെന്നിസിന്റെ കാഴ്ചപ്പാടിനോടോ യോജിക്കാത്ത സ്പീച്ചായിരുന്നു ഇത്. ലാറ്റർ, അവിടെ ഒരു പോയിന്റ് കൊണ്ട് LATTER ലാറ്റർ, രണ്ടാമത്തേത് എന്നാണ് മലയാളം. ആദ്യത്തേത് എന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് ഫോർമർ, രണ്ടാമത്തേത് എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്ക് ലാറ്റർ. നമ്മൾ രണ്ടുപേരെ പറയുന്നു, രാജു ആൻഡ് രാധ ആർ പ്ലേയിങ്. ആദ്യം പറഞ്ഞത് രാജു, രണ്ടാമത്തേന് പറഞ്ഞ രാധ അല്ലേ. രാജു ആൻഡ് രാധ ആർ പ്ലേയിങ്. ഞാൻ സെന്റൻസ് പറയുന്നത് രാജു ആൻഡ് രാധ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. രാജുവും രാധയും ക്രിക്കറ്റ് കളിക്കുന്നു. രാജു ഈസ് എ ഗുഡ് പ്ലെയർ. രാജു ആണ് നല്ല പ്ലെയർ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ വേറെ ഇംഗ്ലീഷ് ഉപയോഗിക്കും. എന്താണത്? രാജു ആൻഡ് രാധ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. രാജു ഈസ് എ ഗുഡ് പ്ലെയർ എന്ന് പറയുന്നതിന് പകരം രാജു അല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ പേര്, അതുകൊണ്ട് അവിടെ വേറൊരു വാക്ക് ഉപയോഗിക്കുന്നതാണ് ദ ഫസ്റ്റ് വൺ. എന്തെന്ന് പറയും? ദ ഫസ്റ്റ് വൺ. നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെ പറയും? രാജു ആൻഡ് രാധ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ദ ഫസ്റ്റ് വൺ ഈസ് എ ഗുഡ് പ്ലെയർ. അങ്ങനെ ദ ഫസ്റ്റ് വൺ എന്ന് നമ്മൾ നോർമൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒറിജിനൽ വേർഡ് ഫോർമർ എന്നാണ്. എന്താണ്? ഫോർമർ. ദ ഫസ്റ്റ് വൺ എന്നാലും പറയുന്നത് രാജു ആൻഡ് രാധ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. രാജു ഈസ് എ ഗുഡ് പ്ലെയർ എന്ന് പറയുന്നതിന് പകരം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ദ ഫസ്റ്റ് വൺ ഈസ് എ ഗുഡ് പ്ലെയർ എന്ന് പറയരുത്, പകരം ദ ഫോർമർ എന്ന് ഉപയോഗിച്ച് ശീലിക്കണം. അപ്പൊ എന്താണ്? രാജു ആൻഡ് രാധ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ദ ഫോർമർ ഈസ് എ ഗുഡ് പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ രാജു അല്ലേ. രണ്ടാമത് പറഞ്ഞ രണ്ടാമത്തെ രാധയാണ് ബെറ്റർ പ്ലെയർ എന്ന് പറഞ്ഞാൽ പറയും രാജു ആൻഡ് രാധ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. രാധ ഈസ് എ ഗുഡ് പ്ലെയർ എന്ന് പറയുന്നതിന് പകരം നമ്മളിത് സെക്കൻഡ് വൺ എന്നല്ലേ പറയുന്ന. എന്നാൽ സെക്കൻഡ് വൺ എന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ലാറ്റർ. LATTER ലാറ്റർ, രണ്ടാമത്തേത്. എന്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടും രണ്ടാമത്തേത് എന്ന് പറയുന്നതിന് സൂചിപ്പിക്കുന്ന വാക്കാണ് ലാറ്റർ. ഫോർ എക്സാമ്പിൾ, ഐ പർച്ചേസ്ഡ് എ പെൻ ആൻഡ് എ പെൻസിൽ. അപ്പോൾ ഞാൻ എന്ത് പർച്ചേസ് ചെയ്തു? പേനയും പെൻസിലും പർച്ചേസ് ചെയ്തു. എന്ന് ഞാൻ പറയുന്നത് പെൻസിൽ. ഐ ലവ്ഡ് ദ ഫോർമർ വെരി വെൽ എന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തേത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യത്തേതാണ് ഞാൻ ആദ്യം പറഞ്ഞതാണ് ഐ പർച്ചേസ്ഡ് പെൻ അല്ലേ. അപ്പൊ പെൻ എനിക്ക് ഇഷ്ടമാണ്. ഇനി ഞാൻ പറഞ്ഞു ഐ ലവ്ഡ് ദ ലാറ്റർ വെരി വെൽ. ലാറ്റർ എന്ന് ഉദ്ദേശിച്ചത് പെൻസിലിനെയാണ്. അപ്പൊ ഓർമ്മിച്ച് വെച്ചിരിക്കുക, ആദ്യത്തേത് എന്ന് സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് ദ ഫോർമർ, രണ്ടാമത്തേത് എന്ന് ഉപയോഗിക്കുന്ന വാക്ക് ലാറ്റർ. ഇവിടെ എന്തുകൊണ്ടാണ് ലാറ്റർ വന്നത്? നമ്മളിവിടെ പറഞ്ഞത് സെന്റൻസിലാണ്. എന്താണ് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? which did at the conclusion of the speech, ആ സ്പീച്ചിന്റെ അവസാനമായി, but which did not meet, സത്യം പറഞ്ഞാൽ യോജിച്ചതേ ഇല്ല, the views, വ്യൂ എന്ന് വെച്ചാൽ കാഴ്ചപ്പാട്, the views of either Abe or Dennis. either Abe or Dennis അല്ലെ, എയ്ബിന്റെയോ ഡെന്നിസിന്റെയോ കാഴ്ചപ്പാടിനോട് യോജിച്ചില്ല. അപ്പോ ഇവിടെ ഞാൻ രണ്ട് പേരുകൾ പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്? എയ്ബ് പറഞ്ഞു, രണ്ടാമത് ഡെന്നിസ് പറഞ്ഞു. ഇവിടെ എന്താ ലാറ്റർ എന്ന് സൂചിപ്പിച്ച് എന്തിനായിരിക്കും? ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ പറ്റുമോ ലാറ്റർ എന്താണെന്ന്? ഇത്ര നേരം കണ്ടുകൊണ്ട് ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയക്കാൻ പറ്റും? എന്താണ് ഇവിടെ ലാറ്റർ എന്ന്? ഇത്ര നേരം ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ നിങ്ങളൊരു മെസ്സേജ് അയക്കും. എന്താണ് ലാറ്റർ? ഒന്നുകൂടെ. വെരി ഗുഡ്. പുസ്തകമുള്ള ആളാണ് അരുൺ ബി എസ്. ഇപ്പോഴും തന്നെ പറഞ്ഞിരിക്കുന്ന ഡെന്നിസ്. അത് തന്നെ ഞാനിവിടെ പറഞ്ഞത് എയ്ബിന്റെയോ ഡെന്നിസിന്റെയോ കാഴ്ചപ്പാടിനോട് യോജിച്ചില്ല എന്നല്ലേ പറഞ്ഞത്? എയ്ബിന്റെയോ ഡെന്നിസിന്റെയോ കാഴ്ചപ്പാടിനോട് യോജിച്ചില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞെന്താണ്? ദ ലാറ്റർ. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ആളിനെയാണ് സൂചിപ്പിച്ചത്. രണ്ടാമത്തെ ആളെന്ന് വെച്ചാൽ ഡെന്നിസ്. എയ്ബും ഡെന്നിസും അല്ലേ പറഞ്ഞത്? രണ്ടാമത്തെ ആൾ ഡെന്നിസ്. അതായത് ദ ലാറ്റർ ഡിക്ലെയർഡ് ദാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്ലെയർ ചെയ്യാം, ഉറക്കം വിളിച്ച് പറയാം. ദ ലാറ്റർ ഡിക്ലെയർഡ് ദാറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് ഡെന്നിസ് ഉറക്കം അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ്. ആൻഡ് ദാറ്റ് എയ്ബ് could make a better speech than that. എന്റെ കൂട്ടുകാരനായ എയ്ബിന് ഇതിന്റെക്കാട്ടി സൂപ്പർ സ്പീച്ച് അവതരിപ്പിക്കാൻ പറ്റും, വന്ന് കാണി എന്ന് പറഞ്ഞു. അതാണ് തന്റെ ഫ്രണ്ട്ഷിപ്പിനുള്ള വിശ്വാസം. ആർക്കുള്ള വിശ്വാസം? എയ്ബിനുള്ള ഡെന്നിസിനുള്ള വിശ്വാസം. ഡെന്നിസ് നോസ് ഹിസ് ഫ്രണ്ട് എയ്ബ് വെരി വെൽ ആൻഡ് ഹി നോസ് ഹിസ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. ഈ ഡെന്നിസിന് എയ്ബ് എന്ന് പറയുന്ന വ്യക്തി കുട്ടിക്കാലത്തെ ഉള്ള സ്വന്തം കൂട്ടുകാരന്റെ കപ്പാസിറ്റിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അവന്റെ ടാലന്റ് എന്താണെന്ന് അറിയാം, എബിലിറ്റി എന്താണെന്ന് അറിയാം, അവന്റെ സെൽഫ് കോൺഫിഡൻസ് എന്താണെന്ന് അറിയാം. സോ ഹി കോൾസ്
എയ്ബ്. അതുകൊണ്ട് ഞാൻ ആരെ വിളിക്കുകയാണ്, എയ്ബിനെ വിളിച്ചിട്ട് പറയാണ് യു ക്യാൻ ഡു എ ബെറ്റർ സ്പീച്ച് ദാൻ ദാറ്റ് മാൻ. എന്ന് വെച്ചാൽ നിനക്ക് ഈ നിൽക്കുന്ന മനുഷ്യനെക്കാട്ടി സൂപ്പർ സ്പീച്ച് അവതരിപ്പിക്കാൻ പറ്റും, വന്ന് ചേടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൂട്ടുകാരനെ വിളിച്ചു. വേറെപ്പോൾ അവിടേക്ക് അപ്പം തന്നെ ഹി ഗോട്ട്, അവൻ നമ്മുടെ ഡെന്നിസ് എടുത്തുകൊണ്ട് വരുന്നു എ ഡ്രൈ, ഒരു ഉണങ്ങി വരണ്ട നനവില്ലാത്ത, ഡ്രൈ നനവില്ലാത്ത കേട്ടാ ഗുഡ്സ് ബോക്സ്. ഗുഡ്സ് ബോക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനങ്ങളെയാണ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. തക്കാളി ഗുഡ്സ് ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്ന പെട്ടി, തക്കാളി പെട്ടി, മീൻ പെട്ടി, എല്ലാത്തിനും വിളിക്കുന്ന പേര് ഗുഡ്സ് ബോക്സ് എന്നല്ല. ഓക്കെ, അപ്പോൾ ഒരു ഗുഡ്സ് ബോക്സ്, ഒരു പെട്ടി എടുത്തുകൊണ്ട് ഇട്ടു. ആൻഡ് കോൾഡ് ഓൺ എയ്ബ്. ആ കാൾഡ് ഓൺ അവിടെ തെറ്റാണ്, കാൾഡ് ഓൺ അവിടെ തെറ്റാണ്. ആ സെന്റൻസിൽ ഒരു എഡിറ്റ് ചെയ്യാനുണ്ട്. അതായത് ഉദ്ദേശിച്ചത് കാൾ ഓൺ, കുട്ടിക്കാലത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. കാൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ, കാൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ ഇല്ലേ? അപ്പൊ കാൾ ഓൺ നമുക്ക് വിസിറ്റ് എ പേഴ്സൺ, വ്യക്തിയെ സന്ദർശിക്കുക എന്നല്ലേ? കാൾ ഓഫാ, കാൾ അറ്റ. കാൾ അറ്റ എന്ന് വെച്ചാൽ എന്താണ്? കാൾ അറ്റ എന്ന് വെച്ചാൽ വിസിറ്റ് എ പ്ലേസ്, അങ്ങനെയല്ലേ? അപ്പൊ കാൾ ഓൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിസിറ്റ് എ പേഴ്സൺ, കാൾ അറ്റ, വിസിറ്റ് എ പ്ലേസ്. അവിടെ വരാനുള്ളത് കോൾ ഇൻ ആണ്. കോൾ ഇൻ എന്ന് വെച്ചാൽ ക്ഷണിക്കുക എന്നാണ് മീനിങ്. കോൾ ഇൻ എന്താണ്? ക്ഷണിക്കുക. കോൾ ഇൻ എന്താണ്? ഇൻവൈറ്റ് ചെയ്യുക, ക്ഷണിക്കുക. ഇവിടെ കോൾ ഇൻ എഴുതിയാലേ ശരിയാവും. എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? ഗുഡ്സ് ബോക്സ് എടുത്തുകൊണ്ടിട്ടിട്ട് ഹി കോൾഡ് ഇൻ എയ്ബ്. ആരെ വിളിച്ചു? എയ്ബിനെ വിളിച്ചു. ടു റിപ്ലൈ ടു ദ കമ്പൈൻ ഒറേറ്റർ. എന്നിട്ട് പറഞ്ഞു ടു റിപ്ലൈ, വാടാ നീ വാ, വന്ന് ഇതിന്റെ മണ്ടേ കയറി നിന്റെ റിപ്ലൈ മറുപടി കൊടു. ഈ കമ്പൈൻ എന്ന് വെച്ചാൽ ഒരു സമൂഹമായിട്ട് നിൽക്കുന്ന എല്ലാത്തിനെയും കമ്പൈൻ എന്ന് പറയും. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ നിൽക്കുന്ന. അപ്പൊ ആ കമ്പൈൻ ഒറേറ്റർ എന്ന് വെച്ചാൽ പ്രാസംഗികൻ എന്നതിന്റെ യഥാർത്ഥ ഇംഗ്ലീഷ് വേർഡാണ് ഒറേറ്റർ. വാടാ, വന്ന് ഈ ഗ്രൂപ്പിൽ നിൽക്കുന്ന ഈ ഒറേറ്ററിന്, ഇയാൾക്ക് സംസാരിക്കാൻ അറിയാത്ത ഈ പ്രാസംഗികന് നീ മറുപടി കൊടു. ഇയാൾ എന്താണ് സംസാരിച്ചത് അയാൾക്ക് അറിഞ്ഞൂടാ, അയാൾക്ക് നീ മറുപടി കൊടുറാന്ന് സെൽഫ് കോൺഫിഡൻസോട് കൂടി ആര് വിളിക്കുന്നു? തന്റെ കൂട്ടുകാരന്റെ സെൽഫ് കോൺഫിഡൻസ് അറിയാന്നുള്ള ആര് വിളിക്കുന്നു? ഡെന്നിസ് വിളിക്കുകയാണ്. ലിറ്റിൽ എയ്ബ്, നമ്മുടെ കുഞ്ഞെയ്ബ് എന്ത് ചെയ്തു? ഒറ്റ എറിഞ്ഞു ഹിസ് ഓൾഡ് സ്ട്രോ ഹാറ്റ്. തന്റെ ആ ഒരു നേരത്തെ വെച്ചിരുന്നില്ലേ ആ പനയോല തൊപ്പി, അല്ലെങ്കിൽ ആ ഓല കൊണ്ടുള്ള തൊപ്പി എടുത്ത് പട്ടക്കന, വൈക്കോൽ തൊപ്പി എന്നല്ല, സ്ട്രോയുടെ അവിടുത്തെ വൈക്കോൽ എന്നല്ല, അവിടെ പനയോല എന്നാണ് അർത്ഥം. അപ്പൊ സ്ട്രോ ഹാറ്റ് എന്ന് വെച്ചാൽ പനയോല തൊപ്പി അല്ലേ? എടുത്ത് ഒറ്റ തറയിൽ എറിയുന്നു. ദ ഗ്രൗണ്ട്, എവിടെ എറിയുന്നു? ഗ്രൗണ്ടിലേക്ക് എറിയുന്നു. ആൻഡ് മൗണ്ടിങ്, എന്നിട്ട് ചാടി കയറുന്നു. ദ ഡ്രൈ ഗുഡ്സ് ബോക്സ്, ആ ഉണങ്ങി വരേണ്ട നനയാത്ത ഗുഡ്സ് ബോക്സില്ലേ ആര് കൊണ്ടുവന്ന? ഡെന്നിസ് ഹാങ്സ് എടുത്തുകൊണ്ടിട്ടില്ലേ, അതിലേക്ക് ചാടി കയറുന്നു. ആൻഡ് ഡെലിവേർഡ് എ സ്പീച്ച്, ഒരു സ്പീച്ച് അവിടെ ഒന്ന് അവതരിപ്പിക്കുന്നു. കുറച്ചു നേരം, 11 വയസ്സുള്ള മനുഷ്യനാണ്, സ്പീച്ച് അവതരിപ്പിക്കുന്നു. ആ സ്പീച്ചിന്റെ പ്രത്യേകത തന്നു, വിച്ച് ഹെൽഡ് ദ അറ്റൻഷൻ ഓഫ് ദ ക്രൗഡ്. ആ സ്പീച്ച് ഹെൽഡ്, പിടിച്ചു പറ്റുക എന്ന് പറയും. ഹെൽഡ്, പിടിച്ചു പറ്റുന്നു. ദ അറ്റൻഷൻ, ശ്രദ്ധ ഓഫ് ദ ക്രൗഡ്. എന്താ അറ്റൻഷൻ? ശ്രദ്ധ. ക്രൗഡ് ജനക്കൂട്ടത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ആയിരിക്കുന്ന എല്ലാ ജനക്കൂട്ടത്തിൻ്റെതാണ് ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. അറ്റൻഷൻ. വാട്ട് ഈസ് അറ്റൻഷൻ? അറ്റൻഷൻ മീൻസ് എന്താണ്? ശ്രദ്ധ. നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ കേൾക്കുമല്ലോ, പാസഞ്ചേഴ്സ് യുവർ അറ്റൻഷൻ പ്ലീസ്, ദ ഫ്ലൈറ്റ് വിൽ ബി ടേക്കൺ അറ്റ് 9. ഇങ്ങനെ പറയും. എന്ന് പറയും പാസഞ്ചേഴ്സ് യുവർ അറ്റൻഷൻ പ്ലീസ്. ഇത് കേട്ടില്ലേ? അപ്പൊ ആ പാറ്റേൺ, അതിന്റെ അർത്ഥം എന്താണ്? പാസഞ്ചേഴ്സ് യുവർ അറ്റൻഷൻ പ്ലീസ്. ഇതിന്റെ അർത്ഥം എന്താണ്? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നാണ്. അപ്പൊ അറ്റൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? ശ്രദ്ധിക്കുക എന്നാണ്. നമ്മുടെ സ്കൂളിൽ തന്നെ നമുക്ക് ഇത് പറയും, അറ്റൻഷൻ പറയും അസംബ്ലിയിൽ. അറ്റൻഷൻ, സ്റ്റാൻഡിറ്റീസ്. അറ്റൻഷൻ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. സ്റ്റാൻഡിറ്റീസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ നിൽക്കാനാണ് അർത്ഥം. ഒന്ന് നോർമൽ ആയിക്കോളൂ എന്നാണ്, അതാണ് അതിന്റെ അർത്ഥം. നമ്മൾ ചുമ്മാ കേൾക്കുമ്പോൾ നമ്മൾ എന്താ മീനിങ് അറിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ചെയ്യും. അറ്റൻഷൻ മീൻസ് ഓൾ ഓഫ് യു മസ്റ്റ് അറ്റൻഡ് what I'm going to say. ഞാൻ എന്താണോ പറയാൻ പോകുന്നത് അത് നിങ്ങൾ എല്ലാവരും കേൾക്കുക എന്നാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. സ്റ്റാൻഡിറ്റീസ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിന്നോ, ഇനിയിപ്പോൾ വളരെ ശ്രദ്ധയൊന്നും വേണ്ട. അതാണ് അറ്റൻഷനും സ്റ്റാൻഡിറ്റീസും. ഇവിടെ പറഞ്ഞ വാക്ക് എന്താണ്? അറ്റൻഷൻ അല്ലേ? എന്താണ് പറഞ്ഞത്? ബൗണ്ടിങ് ദ ഡ്രൈ ഗുഡ്സ് ബോക്സ്. ഗുഡ് ബോക്സിന്റെ വാളിലേക്ക് ചാടിക്കയറുന്നു. ആൻഡ് ഡെലിവേർഡ് എ സ്പീച്ച്, ഒരു സൂപ്പർ സ്പീച്ച് അവതരിപ്പിക്കുന്നു. വിച്ച് ഹെൽഡ് ദ അറ്റൻഷൻ ഓഫ് ദ ക്രൗഡ്. ആ സ്പീച്ചിന്റെ പ്രത്യേകത അവിടെയുള്ള മുഴുവൻ ക്രൗഡിന്റെയും, എന്താ ക്രൗഡ്? ജനത്തിന്റെയും അറ്റൻഷൻ, ശ്രദ്ധ ഹെൽഡ്, പിടിച്ചു പറ്റുന്നു. ആൻഡ് വോൺ ഹിം, അതവന് നേടിക്കൊടുത്തത് എ കൺസിഡറബിൾ, പരിഗണിക്കത്തക്ക അപ്ലോസ്, കയ്യടി. ഒരുപാട് പേരുടെ കയ്യടി അവന് നേടിക്കൊടുത്തു. ഒരുപാട് കയ്യടി നേടിക്കൊടുത്തു. ഇവന്റെ കമ്പൈൻ ഒറേറ്റർ, നേരത്തെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ, ആ കമ്പൈൻ ഒറേറ്റർ, ആ ഗ്രൂപ്പിൽ നിന്ന പ്രാസംഗികൻ, അയാളുണ്ടല്ലോ അഡ്മിറ്റഡ്, അയാൾ പോലും സമ്മതിച്ചു കൊടുത്തു ദാറ്റ് ഇറ്റ് വാസ് എ ഫൈൻ സ്പീച്ച്. നീ അവതരിപ്പിച്ച സൂപ്പർ സ്പീച്ച് ആയിരുന്നു, ഇത്രയും കുട്ടിയായിട്ട് പോലും നീ അവതരിപ്പിക്കാനുള്ള നിന്റെ കോൺഫിഡൻസ് ഞാൻ സമ്മതിച്ചിരുന്നു എന്ന് ആ ഒറേറ്റർ പോലും സമ്മതിച്ചു കൊടുത്തു അല്ലേ. ആൻഡ് ആൻസേർഡ് എവറി പോയിന്റ്, എന്നിട്ട് അയാൾ ഉത്തരം പറഞ്ഞു കൊടുത്തു. എവറി പോയിന്റ്, ഓരോ പോയിന്റിനെ പറ്റിയും ഇൻ ഹിസ് ഓൺ ഒറേഷൻ. എന്താണ്? തന്റെ ഒറേഷൻ, തന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്ന പോരായ്മകളെ പറ്റിയും
അയാൾ പറഞ്ഞു. തൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു, നീ അതിനേക്കാൾ എല്ലാം ബെറ്ററായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അതാണ് എയ്ബിനെ പറ്റി. എയ്ബ് ആദ്യമായിട്ട് സ്പീച്ച് അവതരിപ്പിക്കാൻ പോയപ്പോൾ തൻ്റെ കൂട്ടുകാരൻ ഡെന്നിസ് ഹാങ്സ് കൊടുത്ത സെൽഫ് കോൺഫിഡൻസ് പ്രകാരം എയ്ബ് എന്ത് ചെയ്തു, അവിടെ പോയി അവതരിപ്പിച്ചതിൽ ഇത്രയും നേരം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ, അയാളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണ്. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആളിനെക്കാട്ടി മികച്ച രീതിയിൽ ഫസ്റ്റ് സ്പീച്ച് അവതരിപ്പിച്ച ആയതുകൊണ്ടാവാം ഒറേറ്റർ പോലും എന്ത് ചെയ്തു, നമ്മുടെ എയ്ബിനെ സമ്മതിച്ചു കൊടുത്തു അല്ലേ. ഡെന്നിസ് ഹാങ്സിന്റെ പ്രത്യേകത, ഹു തോട്ട് എയ്ബ് വാസ് ദ ഗ്രേറ്റസ്റ്റ് മാൻ ഹു എവർ ലിവ്ഡ്. ഡെന്നിസ് ഹാങ്സിന്റെ അഭിപ്രായത്തിൽ താൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മഹത്തായ മനുഷ്യൻ എയ്ബ് ആണെന്ന് കുട്ടിക്കാലത്ത് തന്നെ എപ്പോഴും ഡെന്നിസ് ഹാങ്സ് പറയും. അവിടെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം നമ്മളാണെങ്കിൽ അപ്പുറത്തെ കൂട്ടുകാരനെ പറ്റി എപ്പോഴും എന്തിനു പറയും, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുമാർക്കാവും കൂടുതൽ പഠിക്കുകയാണെങ്കിൽ ഇവിടെ പ്രശ്നം, കൂട്ടുകാരികൾ അങ്ങനെ തന്നെ എപ്പോഴും പ്രശ്നം അല്ലേ. പക്ഷേ ഡെന്നിസ് ഹാങ്സ് പറയുന്നത്, യു ആർ ദ ബെസ്റ്റ് മാൻ ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ് അല്ലേ. ഐ എം വെരി ലക്കി ടു ഹാവ് യു ആസ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നതാണ്. എനിക്ക് നിന്നെ എൻ്റെ കൂട്ടുകാരനായിട്ട് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടെന്ന് എപ്പോഴും എയ്ബ് പറയുമായിരുന്നു. ഓക്കെ, സോറി എയ്ബ് അല്ല, ഡെന്നിസ് ഹാങ്സ് പറയുമായിരുന്നു. കാരണം അത്രയും കപ്പാസിറ്റി ഉള്ള വ്യക്തിയായിരുന്നു എയ്ബ് എന്ന് പറയുന്ന വ്യക്തി. എയ്ബ് വാസ് ദ ഗ്രേറ്റസ്റ്റ് മാൻ ഹു എവർ ലിവ്ഡ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ച മനുഷ്യൻ നീയാണ് എന്ന് പലപ്പോഴും ആരോട് പറഞ്ഞു, എയ്ബിനോട് ഡെന്നിസ് ഹാങ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. ആൻഡ് ഹി ഓഫൺ സ്പോക്ക്, അവൻ ഇടയ്ക്കിടയ്ക്ക് ഈ റോഡ് നീളം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നു. ഓഫ് ഹൗ യങ് എയ്ബ് ഗോട്ട് ദ ബെറ്റർ, എങ്ങനെയാണ് എൻ്റെ കൂട്ടുകാരൻ എയ്ബ് ബെറ്ററായി മാറിയതെന്ന്. ഓഫ് ദ ട്രെയിൻഡ് കമ്പൈൻ സ്പീക്കർ, അവിടെ നേരത്തെ നിന്ന കമ്പൈൻ സ്പീക്കർ എന്ന് വെച്ചാൽ വളരെ ട്രെയിൻഡ് അല്ലേ, എക്സ്പീരിയൻസ്ഡ് അല്ലേ. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ അയാളെക്കാട്ടിയും എൻ്റെ കൂട്ടുകാരൻ ജയിച്ചേ, എൻ്റെ കൂട്ടുകാരൻ അത്രയും ബെറ്ററായേ എന്ന് പറഞ്ഞുകൊണ്ട് റോഡ് നീള ഉറക്കെ വിളിച്ചുകൊണ്ട് എയ്ബ് നടന്നു, നമ്മുടെ ഡെന്നിസ് ഹാങ്സ് നടന്നു. ഇതാണ് എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച്. എയ്ബ് ആദ്യമായിട്ട് സ്പീച്ച് അവതരിപ്പിക്കാൻ പോയതും ആരും തമ്മിലുള്ള നമ്മുടെ ഡെന്നിസ് ഹാങ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് കൂട്ടുകാരന് കൊടുത്ത ഒരു സെൽഫ് കോൺഫിഡൻസ്. ഈ പാഠത്തിൽ നമ്മൾ ഇത്രയാണ് ആകെ ഈ ചാപ്റ്ററുള്ളത്. ഇത്രയും നമ്മൾ പഠിച്ചതിൽ നിങ്ങൾക്ക് ഈ പാഠത്തിന് ചോദിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് നിങ്ങൾക്ക് പറയണം. ഏത് വിഷയത്തെ പറ്റി ചോദിക്കാം എന്ന് ഒരാളെങ്കിലും മെസ്സേജ് അയക്കും. ഏത് വിഷയത്തെ പറ്റി ഒന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ പാഠത്തിൽ ഒരുപാട് എസ്സേസ് ചോദിക്കും. ഏത് വിഷയത്തെ പറ്റി ചോദിക്കാം ഒന്ന് പറയാൻ പറ്റുമോ? ഒരു മെസ്സേജ് അയച്ചാൽ ആരെങ്കിലും. About humans self confidence. Yes, first question അവിടെ ഒരു ഓപ്ഷൻ വന്നിരിക്കുക, ഒരാൾ ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ട് അടുത്ത കാര്യം ഞാൻ പറയാമേ. അത് ജീവിതത്തിൽ മനുഷ്യന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ത് ചോദിക്കുന്നത്, സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എവ്രിവൺ ഷുഡ് ഗെറ്റ് ഇൻ ദെയർ ലൈഫ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഓരോരുത്തർക്കും നേടിയെടുക്കേണ്ട ഏറ്റവും ക്യാരക്ടറിസ്റ്റിക്സ് പിന്നെ പറയാം, ഇനി പിന്നെ മെസ്സേജ് ഞാൻ ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കേസാണ് സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ നമുക്ക് ഒരു സ്ഥലത്തും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നമുക്ക് എയ്ബിൻ്റെ കേസ് തന്നെ എടുത്ത് നോക്കാം. എയ്ബ് എന്തുകൊണ്ടാണ് ആ സ്റ്റേജിലേക്ക്, നിങ്ങളെയാണ് ഈ സ്റ്റേജിലേക്ക് വിളിക്കുന്നത്, നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഓഫ് ഫിയർ. അങ്ങനെ ആ രീതി എന്നുള്ള ഫിയറിൻ്റെ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ തിങ്സ് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ എവിടേക്ക് വെൻ യു ആർ കോൾഡ് ഇൻ ടു എവിടെ എ സ്റ്റേജ്, വാട്ട് വിൽ ബി യുവർ ഒപ്പീനിയൻ, വാട്ട് വിൽ ബി യുവർ ഐഡിയാസ്, അങ്ങനെയൊക്കെ ചോദിക്കുക. നിങ്ങൾ എന്തായിരിക്കാം നിങ്ങളുടെ ആ ഒരു ഇതൊക്കെ ചോദിക്കുക അല്ലേ. നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ, വാട്ട് വിൽ ബി യുവർ കണ്ടീഷൻ, നിങ്ങളുടെ കണ്ടീഷൻ എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ ഇതിൽ സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ നേരിടുന്ന വലിയൊരു പ്രോബ്ലമാണ് ഞാൻ പറയാൻ പോകുന്നത്. സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല. ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ അവർ ഓൺ ലൈഫ് ഈസ് സെൽഫ് കോൺഫിഡൻസ്. വിത്തൗട്ട് സെൽഫ് കോൺഫിഡൻസ് മീൻസ് വിത്തൗട്ട് ലൈഫ്. സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ലൈഫ് ഇല്ലെന്ന്. സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു മനുഷ്യന് മാത്രമേ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റൂ. ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം ജീവിതത്തിൽ, വേണ്ടേ? സെൽഫ് കോൺഫിഡൻസ് വേണം ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ പിന്നെ ഒരു വേർഡ് നേരത്തെ പറഞ്ഞു, നിരന്തര പ്രയത്നം, പെർസവറൻസ്. ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി എബ്രഹാം ലിങ്കൻ പറഞ്ഞൊരു വലിയൊരു മഹത്തായ ഒരു സെന്റൻസ് ഉണ്ട്. Education is the best weapon is to change the world.
എഡ്യൂക്കേഷൻ ഈസ് ദ ബെസ്റ്റ് വെപ്പൺ. എഡ്യൂക്കേഷനാണ് ലോകത്തിൽ തന്നെ ഏറ്റവും മഹത്തായ വെപ്പൺ, ആയുധം ടു ചേഞ്ച് ദ വേൾഡ്, ഈ ലോകത്തെ മാറ്റിമറിക്കാൻ. കാരണം അദ്ദേഹം കുട്ടിക്കാലത്ത് വളരെ കഷ്ടപ്പെട്ടിട്ട് എഡ്യൂക്കേഷൻ നേടിയെടുത്തു. ആ എഡ്യൂക്കേഷൻ ചെയ്യാനുള്ള സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സോ what is the most important thing in your life? That means self confidence. So you must always have the self confidence. എല്ലാവർക്കും ഏതുണ്ടായിരിക്കണം? സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി നമ്മൾ ഈ സ്റ്റേജിലേക്ക് നമ്മൾ ചെന്ന് കയറുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. നമുക്ക് പല ആൾക്കാർക്കും സംസാരിക്കണമെന്നുണ്ട്. ബട്ട് വാട്ട് ആർ യുവർ പ്രോബ്ലം, വാട്ട് ആർ യുവർ പ്രോബ്ലംസ്, അത് മെസ്സേജ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നതെന്ന് മെസ്സേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്റ്റേജിലേക്ക് ഒന്ന് കയറി ചെല്ലാൻ നേരത്ത് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എന്തൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ അറ്റാക്ക് ചെയ്യും? വാട്ട് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് മേ അറ്റാക്ക് യു വെൻ യു ആർ ഇൻ ദ സ്റ്റേജ്? നിങ്ങൾ സ്റ്റേജിൽ ഉണ്ടായിരിക്കുമ്പോൾ ഒന്ന് സ്റ്റേജ് ഫിയർ. വെരി ഗുഡ്, ഒന്നാമത്തെ ആൻസർ അത് തന്നെയാണ്, സ്റ്റേജ് ഫിയർ. നമ്മളെ സ്റ്റേജ് ഫിയർ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കാറുണ്ട്. സ്റ്റേജ് ഫിയർ ഭയങ്കര ഇതാണ്. സ്റ്റേജ് ഫിയർ മാറണമെങ്കിൽ എന്ത് വേണം? സെൽഫ് കോൺഫിഡൻസ് വേണം. ഇനി അടുത്ത പോയിന്റ് പറ, വാട്ട് ആർ ദ അതർ പ്രോബ്ലംസ്? എന്തൊക്കെയാണ് നമ്മൾ സ്റ്റേജിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന അതർ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? പറയൂ ഒന്ന് ഞാൻ പറയാൻ വേണമെങ്കിൽ. ലോസിങ് സെൽഫ് കോൺഫിഡൻസ്, അത് നമ്മൾ സിമ്പിൾ ആയിട്ട് വേറൊരു വരിയല്ലേ ഉപയോഗിക്കുന്ന, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസിന്റെ അഭാവം എന്ന് പറയും, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. അതാണ് ഷൈനസ്. വെരി ഗുഡ്, ഷൈനസ്. അത് തന്നെയാണ് ഷൈനസ്, മൂന്നാമത്തെ പോയിന്റ്. അപ്പൊ 3 പോയിന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. വാട്ട് ആർ ദേ? ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റേജ് ഫിയർ, രണ്ടാമത്തെ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, മൂന്നെന്താണ്? ഷൈനസ്. വെരി ഗുഡ്. അപ്പൊ ഈ രീതിയിൽ പറഞ്ഞാൽ അടുത്ത പറ. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ എല്ലാം വികസിപ്പിച്ച് കുറച്ചുകൂടി എഴുതാൻ ചോദിക്കും. അത് ഞാൻ നോട്ട് ഇവിടെ പ്രിന്റ് എടുത്ത് വെച്ചേക്കും. അത് നിങ്ങൾ ഇപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. ഇനി ഉണ്ടാ പറഞ്ഞ സംശയം ഉണ്ടാ? പറയാൻ പറ്റുമോ? അടുത്ത ഞാൻ പറയട്ടാ. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കൂലേ, ഭയങ്കരമായിട്ടുള്ള എബിലിറ്റി ഉണ്ടായിരിക്കൂലേ, പക്ഷെ അവർക്ക് ഒരു കാര്യമുണ്ടല്ലോ, ആ സാധനത്തിന് വിളിക്കുന്ന പേരാണ് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി. അവസരം കിട്ടാത്ത ആൾക്കാരുണ്ട് ഇല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ പഠിക്കാനൊക്കെ നല്ല കപ്പാസിറ്റി ഉള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് ഇല്ലാത്തൊരു സംഭവമുണ്ട്. എന്താണത്? അവസരങ്ങൾ. അപ്പോൾ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ 4 പോയിന്റാണ് നിങ്ങൾ പറഞ്ഞത്. ഒന്ന് ഞാൻ പറഞ്ഞു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി, മൂന്നാമത് പറഞ്ഞതാണ് ഷൈനസ്, നാലാമത് പറഞ്ഞാണ് സ്റ്റേജ് ഫിയർ. ഇനിയും പറയാം നമുക്ക് ഫിയർ ഓഫ് ഓഡിയൻസ്, അല്ലെ? ഓഡിയൻസിനെ പേടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനെ കാണാൻ പറ്റില്ല, നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ചോദിക്കും. അപ്പൊ ഇതാണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത്, ഈ ക്വസ്റ്റ്യൻ പാഠവുമായി ബന്ധപ്പെട്ട് ചോദിച്ചത് എന്തൊക്കെയാണ് സെൽഫ് കോൺഫിഡൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ളതിന് രണ്ടാമതൊരു ഉത്തരം നൽകിയതാണ്. ഏതാണ്? ഡെന്നിസ് ഹാങ്സിന്റെയും ഏബിന്റെയും ഒരു ക്യാരക്ടർ സ്കെച്ച്. ആ ക്യാരക്ടർ സ്കെച്ചില് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി തോന്നിയ ആ വേർഡ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ആ വേർഡ്, ആ സെന്റൻസ് എന്താണെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എയ്ബിന്റെയും ഡെന്നിസ് ഹാങ്സിന്റെയും ആ ഒരു ക്യാരക്ടർ സ്കെച്ചുള്ള ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രത്യേകതയുണ്ട് അവരുടെ ക്യാരക്ടർ സ്കെച്ചിൽ. ആ പ്രത്യേകത പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെയാണ്? എനിവൺ ഹിയർ ടു ആൻസർ? എയ്ബിനും ഡെന്നിസ് ഹാങ്സിനും അവർക്ക് രണ്ടുപേർക്കുമുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവം ഉണ്ട്. ഞാൻ പഠിപ്പിച്ചത് എന്താണെന്ന് പറയാൻ പറ്റും ആർക്കുണ്ടെങ്കിലും? അവർ തമ്മിലുള്ള ബന്ധം, അതിനെ വിളിക്കുന്ന പേരാണ് പറയാൻ പറ്റുമോ? പോയാലും ആ ബന്ധത്തിന് വിളിക്കുന്ന പേരാണ് എന്താണ്? ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് അല്ലേ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. AB ഈസ് ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് ഡെന്നിസ് ഹാങ്സ് ഓർ അല്ലെങ്കിൽ വെരി ഗുഡ്. ആൻസർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഒരാൾ കേട്ടാ. പറഞ്ഞു കഴിഞ്ഞു ഫ്രണ്ട്ഷിപ്പ്, അത് തന്നെയാണ്. ഒരിക്കൽ കൂടെ പറയണം. എയ്ബിന്റെയും ഡെന്നിസ് ഹാങ്സിന്റെയും ആ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അവരുള്ള ഒരു പ്രത്യേകത എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ. ഇംഗ്ലീഷിൽ ഒരു കോട്ടില്ലേ? എന്താണ് ആ കോട്ട്? ഒരു കോട്ട് ഉണ്ടായിരുന്നല്ലോ, എന്താണ് ആ കോട്ട്? വിട്ടുപോയില്ല ആ കോട്ട്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്. വായിച്ചോ, കേട്ടിട്ടുണ്ടാ?
എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറഞ്ഞ സെന്റൻസ് ഉണ്ട്. എന്താണ് അർത്ഥം? ആ പണ്ട് നമ്മളില്ല കരടിയിലേക്ക് കഥ വായിച്ചില്ലേ, അതിനകത്ത് ലവ പുറത്ത് എവിടെ കയറിയിരിക്കും, മരത്തിൻ്റെ കയറി ഇരുന്നിട്ട് ലവൻ മരിച്ച പോലെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്താണ്, കരടി വന്നിട്ട് മണപ്പിച്ചിട്ട് പോകും. അപ്പൊ മറ്റൊന്ന് ചോദിക്കുമല്ലോ, എന്താ നിന്റെ കരടി വന്ന് സംസാരിച്ചെന്ന് നോക്കുമ്പോൾ ഈ അവൻ പറഞ്ഞതാണ്, ആപത്തിൽ സഹായിക്കാത്തവനെ കൂട്ടുകൂടെന്നുള്ള ഡയലോഗ് പറയില്ല, ആപത്തിൽ സഹായിക്കുന്ന കൂട്ട്. അത് തന്നെ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ് എന്ന് വെച്ചാൽ ഏറ്റവും അത്യാവശ്യമുള്ളപ്പോൾ നമ്മളെ സഹായിക്കുന്നവരാണ് ഫ്രണ്ട്, നമുക്ക് സെൽഫ് കോൺഫിഡൻസ് തരുന്നവരാണ് ഫ്രണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂവിനെ പറ്റി എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് പ്രിന്റ് നോട്ടിൽ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ നമുക്ക് സ്വന്തമായിട്ട് എഴുതാന്നുള്ളേ ഉള്ളൂ, ഇപ്പൊ സ്വന്തമായിട്ട് എഴുതാന്നുള്ളേ ഉള്ളൂ. പിന്നെയും ചോദിച്ചിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു നിങ്ങൾക്ക് ഇപ്പൊ എ ബി ഇസ് ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് ഡെന്നിസ് സാങ്സ്, ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, റൈറ്റ് അബൌട്ട് ഹിം ഓർ ഹിഷർ, അവളെ പറ്റിയോ അല്ലെങ്കിൽ അവനെ പറ്റി എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിക്കുന്നെങ്കിൽ എഴുതാം. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു, ഒന്ന് സെൽഫ് കോൺഫിഡൻസും, രണ്ട് ഫ്രണ്ട്ഷിപ്പും. ഇനി എന്തൊക്കെ ചോദിക്കുക ഈ ചാപ്റ്ററിൽ നിന്ന്? അടുത്ത ആലോചിക്കാൻ എന്തൊക്കെ ചോദിക്കാമെന്ന്, ഇനി എന്തൊക്കെ ചോദിക്കാം ഈ ചാപ്റ്ററിൽ നിന്ന്? എന്ന് ഞാൻ പറഞ്ഞത് സെൽഫ് കോൺഫിഡൻസിനെ പറ്റി. സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതിരുന്നാൽ നമുക്ക് എന്താണ്, നമുക്ക് ഒരിക്കലും ഒന്നും തന്നെ ഹാർഡ് വർക്കിംഗ് നമ്മൾ പറഞ്ഞ പോയിന്റ് അവിടെ വന്നില്ലേ? എവിടെയാണ് വന്നത്? സെൽഫ് കോൺഫിഡൻസ് ഉള്ള വ്യക്തിക്ക് മാത്രമേ ഹാർഡ് വർക്കിനും പെർസെവറൻസിനും എല്ലാത്തിനുള്ള ഒരു കപ്പാസിറ്റിയോ എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. നോക്കിയാണ് ഒരു സെനൻസ്, ഈ സെനൻസ് ഒരിക്കലും മറന്നത്. ഇഫ് യു wanted to prove yourself to be talent, അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ടാലന്റ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ഷോ യുവർ ടാലൻസ്, യു മസ്റ്റ് ഹാവ് സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് ഏത് വേണം? സെൽഫ് കോൺഫിഡൻസ്. ഇഫ് ഐ ഡു നോട്ട് ഹാവ് ദ സെൽഫ് കോൺഫിഡൻസ്, ഐ കാൻ ടീച്ച് യു. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. എന്ന് വെച്ചാൽ എനിക്ക് സെൽഫ് കോൺഫിഡൻസിനെ എനിക്ക് ഇവിടെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റില്ല. എവ്രി വൺ ഷുഡ് ഹാവ് ദ സെൽഫ് കോൺഫിഡൻസ്. എല്ലാവർക്കും ഏത് വേണം? സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത, ഹി ഷുഡ് ഹാവ് ദ മൈൻഡ് ഓഫ് ഹാർഡ് വർക്ക്. അയാൾക്ക് ഹാർഡ് വർക്കിനുള്ള മൈൻഡ് ഉണ്ടാവും. He should have the mind of perseverance. നിരന്തര പ്രയത്നത്തിനുള്ള മൈൻഡ് ഉണ്ടാവും. He should avoid all the stage fears. എല്ലാ സ്റ്റേജ് ഫിയേഴ്സിനെ അവോയ്ഡ് ചെയ്യും. And all the fear of audience. Fear of audience-നെ അവോയ്ഡ് ചെയ്യും. He should avoid all these types of devils. ഇത്തരത്തിലുള്ള എല്ലാ ഡെവിൾസിനെ അവോയ്ഡ് ചെയ്യും. If you have self confidence എന്നുണ്ടെങ്കിൽ, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. ഇനി എന്തുണ്ട്? ഇനി ഒരു പോയിന്റ് കൂടെ ഉള്ളു. ആ പോയിന്റ് കൂടെ ഞാൻ തന്നെ പറയാം. ആ പോയിന്റ് ഇതാണ്. എന്താണ് അവസാനമായിട്ട് ചോദിക്കാൻ പറ്റുന്നത്? ഇതിനകത്തൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്താണ്, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസിനെ പറ്റി എഴുതാം. നിങ്ങൾ സ്റ്റേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ചോദിക്കുക ഇങ്ങനെയാണ്, റൈറ്റ് അബൌട്ട് യുവർ ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസ്. നിങ്ങൾ സ്റ്റേജിൽ ആദ്യമായിട്ട് കയറിയപ്പോൾ ഡു യു ഹാവ് എനി സ്റ്റേജ് എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് സ്റ്റേജ് എക്സ്പീരിയൻസ് ഉണ്ടോ? റൈറ്റ് അബൌട്ട് യുവർ സ്റ്റേജ് എക്സ്പീരിയൻസ്. നിങ്ങളുടെ സ്റ്റേജ് എക്സ്പീരിയൻസിനെ പറ്റി എഴുതുക. നമുക്ക് ഒറ്റ വാക്കിൽ എഴുതാം, നോ ഐ ഡോണ്ട് ഹാവ് എനി സ്റ്റേജ് എക്സ്പീരിയൻസ്. എനിക്ക് സ്റ്റേജ് എക്സ്പീരിയൻസ് ഇല്ല, ഐ ആം സോറി, ഞാൻ ഇന്ന് വരെ സ്റ്റേജ് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എഴുതാം. പക്ഷെ അങ്ങനെയാണോ? അല്ല. പക്ഷെ നമ്മളത് കറക്റ്റ് ചെയ്ത് എഴുതുക, യെസ് ഐ ഹാവ് ദ സ്റ്റേജ് എക്സ്പീരിയൻസ്, ഐ ഹാഡ് ദ സ്റ്റേജ് എക്സ്പീരിയൻസ്. സ്റ്റേജ് എക്സ്പീരിയൻസ് എനിക്ക് ഹാവ് എന്ന് പറയാം, ഉണ്ടെന്ന് പറയാം. ഹാഡ് എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. ഹാഡ് ദ സ്റ്റേജ് എക്സ്പീരിയൻസ്. ഐ തിങ്ക് ഇറ്റ് വാസ് ഹാപ്പൻഡ് വെൻ ഐ വാസ് ഇൻ പ്രൈമറി ക്ലാസ്. അല്ലേ? പ്രൈമറി ക്ലാസ്സിലായിരുന്നപ്പോൾ 1 or 2 ഒക്കെ പഠിക്കുന്ന സമയത്താണ്. I can really remember about that incident because I will not forget that incident. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കത്തില്ല. അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മിക്കാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാം. അവരവരുടെ തലയ്ക്ക് തോന്നുന്ന ഒരു ആശയമാണ്. ഏതായാലും ഞാൻ അതും ഇവിടുത്തെ നോട്ട്സിൽ നമ്മളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്രിന്റ് നോട്ട് കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഈ ചാപ്റ്ററിൽ നിന്ന്, എയ്ഡ്സ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ഇപ്പം ചോദിക്കുക. നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ചോദിച്ചു. എല്ലാം ക്ലിയർ ആയെങ്കിൽ ക്ലിയർ എന്ന് എഴുതി പറയുക. പുസ്തകം ഉള്ളവർക്ക് മാത്രമേ നല്ല വ്യക്തമായിട്ട് എല്ലാം ക്ലാരിറ്റി കിട്ടൂ. അതാണ് പ്രശ്നം. പുസ്തകം കൂടെ അടുത്ത ദിവസം വരുമ്പോൾ അടുത്ത ചാപ്റ്റർ ഒരു പുസ്തകം കൂടെ എടുത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. ഏതെങ്കിലും സ്പെല്ലിംഗ് എങ്കിലും ഡൗട്ട്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. എന്തെങ്കിലും അർത്ഥമോ? ഓക്കെ, ക്ലിയർ. ആരാണ് ക്ലിയർ എന്ന് പറഞ്ഞു? ഏതെങ്കിലും ഒരു പുസ്തകമുള്ളവർ ഏതെങ്കിലും ഒരു ചെറിയൊരു പോയിന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് എന്ത് വേണമെങ്കിലും, അതായത് ഇന്ന് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ടോ, ഏതെങ്കിലും ഒരു സെന്റൻസോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു.
അപ്പോൾ ആർക്കും ഡൗട്ടില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഡയറി എൻട്രി സർ ഓൾ ക്ലിയർ ടു മീ. ഓക്കെ, അപ്പോൾ ഡയറി എൻട്രി, ഇതിൽ നിന്ന് ഡയറി എൻട്രി നമ്മൾ ഈ 10ാം ക്ലാസ് വരെയാണ് ഡയറി ചോദിക്കുന്നത്. +1 ചോദിക്കുന്നത് ഡയറി ചോദിക്കത്തില്ല. ഡയറി ഇത്രയും നാളായിട്ട് ചോദിച്ചിട്ടില്ല. അതിന് പകരം അവർ ചോദിക്കുന്നത് ക്യാരസ്റ്റായിട്ട് ഇത്ര ചോദിക്കുന്നത് ഡയറി ചോദിക്കും. നമുക്ക് +1 മൊത്തം ഉള്ളത് 62 പാക്കേജ്, 60, 65. ഈ 60-നും 65-നും ഇടയിൽ വലിയൊരു പാക്കേജാണ്. ഒരുപാട് ഉണ്ട് പഠിക്കാനായിട്ട്. എല്ലാം പുറത്തുനിന്ന് ചോദിക്കുന്നതാണ്. ഇപ്പം ഞാൻ പഠിപ്പിച്ചതിൽ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു, നമ്മൾ എഴുതാനായിട്ട് തന്ന സ്പീച്ച്, ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പീച്ച് എഴുതാനുള്ള ഒരു കപ്പാസിറ്റിക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചോദിക്കും. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയാം. അതുകൊണ്ട് ഡയറി ചോദിക്കത്തില്ല, ഉറപ്പായിട്ടും ചോദിക്കില്ല. ഡയറി ഇന്നേ വരെ +1 ഈ പുസ്തകം ഇറങ്ങിയിട്ട് ഇപ്പോൾ 7ാമത്തെ വർഷമാണ്. ഈ 7 വർഷമായിട്ട് ഒരു ചോദ്യം പോലും ഡയറിയിൽ നിന്നും ചോദിച്ചിട്ടില്ല. അടുത്തത് ഇല്ല. അപ്പോൾ എല്ലാവരും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. പിന്നെ അതുവരെ ഈ പുസ്തകം മേടിക്കുക. എല്ലാവരും പുസ്തകം വയ്ക്കുക. പുസ്തകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. കാരണം ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഫ് എന്നുകൊണ്ട് പോയോണം. നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും കട്ടിയുള്ള പോയൊരു ഇഫ്. അപ്പോൾ അതുകൊണ്ട് പോയംസാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നെങ്കിൽ മാത്രമേ, നന്നായിട്ട് പുസ്തകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. എല്ലാവരും ടെക്സ്റ്റ് മേടിച്ച് വയ്ക്കുക. ഇംഗ്ലീഷ് ക്ലാസ് തലേദിവസം